ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഏജന്റ് കേപ്പബിൾ ഓഫ് ചേഞ്ചിങ് മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സൈസ്, ഷേപ്പ് എന്നൊക്കെ പറയാം. എന്താണ് ഈ എക്സ്റ്റേണൽ ഏജന്റ്? നമ്മളെ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഏജന്റ്, ഒരു സപ്പോർട്ട്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഏജന്റ് കാണാം ആ ബോഡിയുടെ മോഷനിൽ ചേഞ്ച് സംഭവിക്കാം. ചിലപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മോഷനിലാവാം, മോഷനിലിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റിലാവാം. ചിലപ്പോൾ അതിന്റെ സൈസ് മാറാം, ഷേപ്പ് മാറാം. എനിവേ ഫോഴ്സ് നിങ്ങൾ എഫ് എന്ന് പറയുന്ന ലെറ്റർ ആണല്ലോ ഡിനോട്ട് ചെയ്യുക. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇതാണല്ലോ നിങ്ങൾ സാധാരണ കേട്ടിട്ടുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. മാസ് ഞാൻ അതേപോലെ എഴുതി. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എനിക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിക്കൂടെ? എം ജി എന്നും കണ്ടിട്ടില്ലേ? ഈ എം ജി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്ക് ഇവിടെ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് തന്നെയാണ്. സോ അതിനെ കുറച്ചും കൂടെ ഒരു ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാം ആ ബോഡിയുടെ വെയിറ്റ് ആണെന്ന് പറയാം. ആ ബോഡിയുടെ വെയിറ്റ് ആണെന്ന് പറയാം.